ഇന്നത്തെ ഹെൽത്തി കിച്ചണിൽ നമ്മൾ ഓറഞ്ച് ഫുഡ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഓറഞ്ച് കളറിലുള്ള കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അറിയോ? ഓറഞ്ച് കളറിലുള്ള മാങ്ങ, ഓറഞ്ച് കളേഴ്സ് ആണ്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ക്യാരറ്റ് വെച്ചിട്ടാ. ഈ ക്യാരറ്റിനൊക്കെ ഈ നാരങ്ങ എല്ലാത്തിനും എന്താ ഈ ഓറഞ്ച് കളർ? എന്തുകൊണ്ടാ ഈ ഓറഞ്ച് കളർ വരുന്നത്? ഈ ഓറഞ്ച് കളർ വരുന്നത് ബീറ്റ കരോട്ടിൻ എന്ന് പറഞ്ഞ ഒരു പിഗ്മെന്റ് ഉള്ളത് കൊണ്ടാണ്. ഈ ബീറ്റ കരോട്ടിൻ ആണ്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ക്യാരറ്റ് കാണുമ്പോൾ ഇത് എന്തെങ്കിലും ഒരു ഹെൽത്ത് ബെനിഫിറ്റ് അറിയോ? ക്യാരറ്റ് കഴിച്ചാൽ നല്ല ശക്തി ഉണ്ടാവും. ക്യാരറ്റ് കഴിച്ചാൽ നല്ല ശക്തി ഉണ്ടാവും, ശക്തിമാനെ പോലെ അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ക്യാരറ്റില് ബീറ്റ കരോട്ടിൻ ഉള്ളത്. ഈ ബീറ്റ കരോട്ടിനാണ് നമ്മുടെ കണ്ണുകൾക്ക് ഏറ്റവും ആവശ്യമുള്ള വൈറ്റമിൻ എ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. വൈറ്റമിൻ എ ആണ് കണ്ണിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ബീറ്റ കരോട്ടിൻ നമ്മുടെ ബോഡിയിൽ കയറി വൈറ്റമിൻ എ ആവണം എന്നുണ്ടെങ്കിൽ അതിൽ വൈറ്റമിൻ സി വേണം. വൈറ്റമിൻ സി അടങ്ങിയ എന്തെങ്കിലും ഒരു സാധനം പറയാൻ പറ്റുമോ? ഇതെന്താ? അപ്പൊ ഈ ലെമണില് വൈറ്റമിൻ സി ഉണ്ട്. അപ്പൊ നമ്മള് ഒരു പോയിന്റ് എന്താ വെച്ചാൽ ക്യാരറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് വൈറ്റമിൻ സി ആഡ് ചെയ്യണം. അതുപോലെ പപ്പായ കഴിക്കുമ്പോൾ ഇച്ചിരി ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിക്കും. അപ്പോൾ അതിന്റെ ഫുൾ ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടും. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ പോയാൽ എന്തായാലും ഉണ്ടാക്കാൻ പറ്റും. അമ്മയുടെ അടുത്ത് ഇതൊക്കെ ഇച്ചിരി പാത്രത്തിലാക്കി തരാൻ പറയാം. എന്നിട്ട് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒരു 2 ടീസ്പൂൺ ഉള്ളി, ചെറിയ ഉള്ളി പൊടിയായി മുറിച്ചത്, പിന്നെ നട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. നട്ട്സ് എല്ലാവർക്കും ഇഷ്ടമാണോ? നിലക്കടല എല്ലാവർക്കും ഇഷ്ടമാണോ? നിലക്കടല നല്ല മുടി വളരാനൊക്കെ നിലക്കടല കഴിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു 1/2 കപ്പ് പീനട്സ് എടുക്കാം. അത് ആന്റി എന്താ ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തു, ഒന്ന് പൊടിച്ചെടുത്തു. ഓക്കെ. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ചീസ് സ്പ്രെഡ്. അടുത്തത് ഉപ്പ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് മേനീസ്. അത് നമ്മൾ വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ, ഒരു 2 ടീസ്പൂൺ മേനീസ്. ഓക്കെ. അപ്പൊ ഇനി ഉപ്പ്, കുരുമുളക്, പിന്നെ വേറെ 2 ഇൻഗ്രീഡിയന്റ് കൂടി ഉണ്ട്. ഇതെന്താന്നറിയാമോ? മുളകോ? മുളക്. ഇതെന്താ? സെലറി. അതെടുത്ത് കാണിച്ചു കൊടുക്ക. സിലറി. സിലറി. കണ്ടോ? ഇതാണ് സിലറി. ഓക്കെ. ഈ സിലറി ഒരു 2 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞത്. അപ്പൊ ഇനി ഞാൻ പറഞ്ഞ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താ? ചെറുനാരങ്ങ നീര്. ചെറുനാരങ്ങ നീര് ആഡ് ചെയ്താൽ മാത്രമേ വൈറ്റമിൻ സിയുടെ പ്രസൻസിൽ മാത്രമേ ഈ ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ എ ആയിട്ട് മാറും. അപ്പൊ ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആരാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നേ? വാ, അന്നേ ഇവിടുന്ന് ഒരാൾ വാ. അയ്യോ, അവിടുന്ന് എല്ലാരും എത്തി. അവൻ മതി. ഓക്കെ. ആദ്യം ക്യാരറ്റ് ഇടാൻ പോവാണേ. മിക്സിയിലോട്ട് ക്യാരറ്റ് ഇട്ടോ. ഒന്ന് ജസ്റ്റ് തിരിച്ചതിന് ശേഷം നമ്മളിതിലോട്ട് സിലറി ആഡ് ചെയ്തു. നമുക്ക് തൈര്. വെയിറ്റ്, അങ്ങനെ ആക്കല്ലേ. ആന്റി പറയുമ്പോ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കറിട്ടോ. എല്ലാം കൂടി ഒരുമിച്ചിടണോ? എല്ലാം കൂടി ഒരുമിച്ചിടണം. ഇതിലേക്ക് നമ്മള് മേനേസ് ഇടാം. ചീസ് സ്പ്രെഡ് മേനേസ് ഇടണം. 2 സ്പൂൺ ചീസ് സ്പ്രെഡ്, 2 സ്പൂൺ ചീസ് സ്പ്രെഡ്, 2 സ്പൂൺ മേനേസ്, ഉപ്പ്, ഇച്ചിരി ഉപ്പ്. നമ്മൾ ഇനി ഇതിലേക്ക് എന്താ ആഡ് ചെയ്യാൻ പോണ അറിയോ? നിലക്കടല ആഡ് ചെയ്ത്, പിന്നെന്താണ്? ബീറ്റ കരോട്ടിൻ ടു വൈറ്റമിൻ എ, നാരങ്ങ നീര് വേണം കേട്ടോ. വൈറ്റമിൻ സി. ഇനി ഒന്നും കൂടി ബ്ലെൻഡ്.
അതാ ആയി കഴിഞ്ഞല്ലോ. ഇനി നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം, ഒരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമുക്കത് ബ്രെഡിൽ കഴിക്കാം. ഇത് ചോറിന്റെ കൂടെ കഴിക്കാൻ അങ്ങനെയായിട്ട് തോന്നുന്നു. അയ്യോ അയ്യോ. ഇത് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുമെന്നാണ് വീണ്ടും സംശയം. ഇനി നമ്മളിത് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. റെഡി. ഇനി നമുക്ക് ഇതിനൊന്ന് ഭംഗിയിൽ കട്ട് ചെയ്താലോ? ഓ, കൈയൊക്കെ മാറ്റി വെച്ചോളൂ. എന്റെ അമ്മക്ക് ഓക്കേ, കട്ട് ചെയ്തു. അതിനകത്ത് കഴിക്കാം. അപ്പൊ ഇപ്പൊ എത്ര കഷ്ണായി? 2 കഷ്ണം 4 കഷ്ണായി, 4 കഷ്ണം 8 കഷ്ണായി. അപ്പൊ നമുക്ക് ലക്ഷ്മിപ്രിയ ചേച്ചിക്കും കൂടി കൊടുക്കാം ഇച്ചിരി, അല്ലേ? ഒരു കഷ്ണം കൊടുത്താളെ. ഇനി നമുക്കിത് ഭംഗിയിൽ ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. ഓക്കെ കേട്ടോ? എനിക്ക് ഇപ്പൊ തന്നെ കഴിക്കാൻ കൊതിടിക്കും. ഇപ്പൊ തന്നെ എനിക്ക് ഇതൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് കൊതി പിടിച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോഴാ ആന്റി ഒരു അലങ്കാരവും ഒക്കെ. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവരുടെ അഭിപ്രായം കൂടി ചോദിച്ചു നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ തലേ ദിവസം തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. രാവിലെ എണീറ്റ് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് ഹെൽത്തി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷായി. അപ്പോൾ എല്ലാവർക്കും, മുതിർന്നവർക്കും കുട്ടികൾക്കും ഡെയിലി ഒരു സെർവിങ് നട്ട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് കാഷ്യൂനട്ട് ആവാം, പീനട്ട്സ് ആവാം, ആൽമണ്ട്സ് ആവാം, വാൾനട്ട്സ് ആവാം. പക്ഷേ കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസ് കാഷ്യൂനട്ട്സ് കഴിയുന്നതും ചുരുക്കി ഉപയോഗിക്കുക. കാരണം അതിൽ ഫാറ്റ് കണ്ടന്റ് കുറച്ചുകൂടി ഹയർ ആണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതലും നല്ലത് ആൽമണ്ട്സോ വാൾനട്ട്സോ പീനട്ട്സോ ആണ്. ഇന്നത്തെ ഓറഞ്ച് കുക്കിങ്ങിൽ നമ്മൾ ക്യാരറ്റിനെ കൊണ്ട് വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് ഇവിടെ കാണിച്ചു. ഇനി അമ്മമാർക്ക് ഞാൻ കുറച്ച് ടിപ്സ് തരാൻ പോവാണ്. ക്യാരറ്റ്, പംകിൻ, അങ്ങനെ എല്ലാ ഓറഞ്ച് ഡിഷസിലും ഏറ്റവും അധികമുള്ള ന്യൂട്രിയൻ്റ് ആണ് ബീറ്റ കരോട്ടിൻ. ബീറ്റ കരോട്ടിനാണ് നമ്മുടെ ബോഡിയിൽ ചെന്ന് കഴിഞ്ഞ് വൈറ്റമിൻ എ ആയിട്ട് മാറുന്നത്. ഈ വൈറ്റമിൻ എ നമുക്ക് നൈറ്റ് വിഷൻ, ഡേ വിഷൻ, ഇങ്ങനെ 2 വിഷനും വളരെയധികം സഹായിക്കും വൈറ്റമിൻ എ. അതിന് പക്ഷേ ബീറ്റ കരോട്ടിൻ കഴിക്കുമ്പം അതിൻ്റെ കൂടെ വൈറ്റമിൻ സിയുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ ശരീരത്തിൽ ചെന്നാൽ അത് വൈറ്റമിൻ എ ആയിട്ട് മാറുള്ളൂ. പിന്നെ ഇത് നല്ലൊരു ആൻറ്റിസെപ്റ്റിക് കൂടിയാണ്. അപ്പോൾ വയറ് സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ലേശം തൈരിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇൻഡൈജഷൻ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കളയാൻ വളരെയധികം സഹായിക്കും. പിന്നെ ഇത് ആൻറ്റി ഏജിങ് കൂടിയാണ്. അപ്പോൾ അമ്മമാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ പറയുകയാണ്, ക്യാരറ്റ് ഒരു 2 ക്യാരറ്റ്, ഇത് ഒരു സ്പെഷ്യൽ ഫേസ് പാക്കാണ്, എല്ലാവരും എഴുതിയെടുത്തോളൂ മറക്കാതെ. 2 ക്യാരറ്റ് വേവിച്ച് നല്ലോണം മിക്സിയിലിട്ട് ഉടയ്ക്കുക. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും 1 ടേബിൾ സ്പൂൺ ഹണിയും 1 ടീസ്പൂൺ ലൈം ജ്യൂസ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് ആവശ്യാനുസരണം മുഖത്ത് പുരട്ടാം. പിന്നെ ക്യാരറ്റ്സ് സ്ട്രോക്ക് വരെ പോലെയുള്ള മഹാരോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കും. ഇത് ഹാർട്ടിൻ്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും വളരെയധികം സഹായിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ ക്യാരറ്റ് ഡെയിലി യൂസ് ചെയ്യുക.